നല്ല കൊടുങ്കാറ്റും കനത്ത മഴയുള്ളൊരു സമയം. ആ സമയത്താണ് വി എന്ന് പറയുന്ന ഒരു കുട്ടീനെ ഒരാൾ തട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ അവളെ തേടിയിറങ്ങാണ് അവളുടെ അമ്മയും പിന്നൊരു പ്രത്യേക ക്യാരക്ടറും, ലു. ഇത്ര മാത്രമേ ഈ ഒരു സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങളായിട്ട് കണ്ടറിയുക. പിന്നെ സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓൾറെഡി. എനിക്ക് തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ട്. സോ വീഡിയോക്ക് അതിൻ്റേതായ പോരായ്മകൾ കാണും. അപ്പം ഞാൻ ആദ്യം തന്നെ അതിനൊരു സോറി പറയാണ്. പിന്നെ സിനിമയുടെ സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ ഒരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ സിനിമയുടെ പേര് ലു. 2022 റിലീസ്. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. 1986 വാഷിംഗ്ടണിലെ ഓർക്കാസ് ഐലൻഡ്. നല്ല മഴയും കാറ്റുള്ളൊരു ദിവസം. അപ്പോഴാണ് ഒരു വയസ്സായ സ്ത്രീ അവൾ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച കുറച്ച് ഡോക്യുമെന്റ്സ് കുഴിച്ചെടുക്കുന്നത്. ഇവളുടെ പേരാണ് ലു. ദേ ഇവനാണ് ജാക്സ്. പുള്ളിക്കാരത്തിയുടെ സ്വന്തം ആളാണ് കേട്ടാ. ഈ ലൂവും ജാക്സും താമസിക്കുന്നത് ഈ ഐലൻഡിൽ അധികം ആൾക്കാർ താമസിക്കാത്തൊരു കാടിന്റെ അടുത്താണ്. അങ്ങനെ ലു ആ ഡോക്യുമെന്റ്സ് എല്ലാം കത്തിച്ചു കളയുന്നു. അവൾ ഇത്രയും കാലം വേട്ടയാടിയ മാനുകളുടെ ഇറച്ചി ഫ്രീസറിനകത്ത് സൂക്ഷിച്ചു വെക്കുന്നു. അത് മാത്രമല്ല, തന്റെ കയ്യിലുള്ള മുഴുവൻ പണവും ഒരു പാക്കേജിനകത്ത് എടുത്തു വെക്കുന്നു, ആർക്കോ കൊടുക്കാനുള്ളതുപോലെ. ചുരുക്കി പറഞ്ഞ മൊത്തത്തിലൊരു മിസ്റ്റീരിയസ് ഫീൽ. അങ്ങനെ ലു തന്റെ റൈഫിൽ സെറ്റാക്കുന്നു, ഒരു ലെറ്റർ എഴുതുന്നു, സൂയിസൈഡിനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നു. അതും ഒരു ബ്ലാക്ക് ടാർപോളിനൊക്കെ വിരിച്ചിട്ട്. അപ്പോഴാണ് കഥ കുറച്ച് പുറകോട്ട് പോകുന്നത്. നമ്മുടെ ലു ഒരു കിടിലൻ ഹണ്ടറാണ്. പക്ഷെ അവൾക്കൊരു പ്രശ്നമുണ്ട്, ആർത്തറിസ്റ്റിസ്, അതായത് സന്ധിവാദം. അവളുടെ കൈയടക്ക് സ്റ്റെക്കായി പോവും. കൈയിൻ്റെ മുകളിലുള്ള മസിൽസ് എല്ലാം കല്ല് പോലെ ഉറച്ചങ്ങ് നിൽക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ റെഡി ആവൂട്ടാ. അങ്ങനെ ഒരു മാനിനെ പിടിച്ചതിന് ശേഷം നേരെ ടൗണിലോട്ട് പോകുന്നു. എല്ലാ വർഷവും ഈ ഐലൻഡിൽ കനത്ത മഴയും കാറ്റും ഉണ്ടാവാറുണ്ട്. സോ നാട്ടുകാരെല്ലാവരും ജാഗ്രതയിലാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ബോട്ട്, ഇതൊക്കെ ഒപ്പിച്ചെടുക്കുന്നതിൻ്റെ തന്ത്രപ്പാടിലാണ് നാട്ടുകാർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഐലൻഡ് മൊത്തത്തിലങ്ങ് കാണിക്കുന്നത്. അത് കാണാൻ ഭയങ്കര രസമാണ്. ചുറ്റും കടലും കാടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അങ്ങനെ ലു ആദ്യം തന്നെ ബ്ലാക്ക് ടാർപോളിനൊപ്പിക്കുന്നു. എന്നിട്ട് നേരെ ബാങ്കിലോട്ടാണ് പോകുന്നത്. അപ്പോഴാണ് ഒരു ന്യൂസ് കാണുന്നത്. 1953 നടന്ന ഇറാഖുമായിട്ടുള്ള പ്രശ്നത്തിൽ എന്തോ CIA കറുത്ത കൈകളുണ്ടെന്നോ ഒറ്റിക്കൊടുക്കലുണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ്. ഇത് കണ്ടേക്കലു വല്ലാത്തൊരു നോട്ടാണ് TV-യിലേക്ക് നോക്കുന്നത്. അവൾക്ക് എന്തൊക്കെയോ അറിയുന്നത് പോലെ. അങ്ങനെ ബാങ്കിൽ നിന്ന് വലിയൊരു തുകയാണ് ലു അങ്ങ് പിൻവലിക്കുന്നത്. ഒറ്റയടിക്ക് എന്തിനാണ് ഇത്രയും പൈസ വിഡ്രോ ചെയ്യുന്നത് അറിയില്ല. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്താണ് റാങ്കിനെ കാണിക്കുന്നത്. പുള്ളിക്കാരന് ടൗണിലെ പോലീസുകാരനാണ്. പിന്നെ ഇങ്ങേർക്ക് ലൂവിന്റെ മേളിൽ ചെറിയൊരു കണ്ണുണ്ട്. പക്ഷെ ലൂ ആണെങ്കിൽ ഒരു മനുഷ്യനായിട്ടും മര്യാദക്ക് സംസാരിക്കാറില്ല. ഒരു മുരട് സ്വഭാവമാണ് ലൂക്ക്. അങ്ങനെ റാങ്കിൻ അവൾക്കൊരു കോപ്പർ ബ്രേസ്ലെറ്റ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. സംഭവം വേറൊന്നുമില്ല, അങ്ങേർക്കും ഉണ്ട് ആർത്രസ്റ്റിസ്. പക്ഷേ ഈ കോപ്പർ ബ്രേസ്ലെറ്റ് ഇട്ടതിന് ശേഷം നല്ല കുറവുണ്ട് എന്നാണ് അങ്ങേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും കേൾക്കാൻ ലൂക്ക് നേരമില്ല. അവൾ വണ്ടിയും കൊണ്ട് അങ്ങ് പോകുന്നു. പ്രകൃതിയുടെ അന്തരീക്ഷമാണെങ്കിൽ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. റേഡിയോ ഒന്നും മര്യാദക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഈ സമയത്താണ് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മേനെയും മകളെയും കാണിക്കുന്നത്, ഹേന, വി. ഇവരുടെ ഈ ഗെയിം കാണാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടാ. അങ്ങനെ വി അവളുടെ അച്ഛനെ കുറിച്ച് ചോദിക്കുന്നു. അമ്മേ, അച്ഛൻ എന്നാ തിരിച്ചു വരിക? അച്ഛനക്ക് ആ ട്രഷർ കിട്ടിയോ? ഇതൊക്കെ കേട്ടിട്ട് ഹേനക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. കാരണം വീടച്ഛൻ മരിച്ചുപോയി, അതും 2 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ തൻ്റെ മകളോട് പറയാനുള്ള ധൈര്യം അവൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ ട്രഷർ തേടി പോയിട്ടുള്ളതാണ്, ഉടനെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുകയാണ് അവള്. അങ്ങനെ തൽക്കാലത്തിന് ടോപ്പിക്ക് മാറ്റാനായിട്ട് പിന്നെയും ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നു. ആ സമയത്താണ് ലൂ വരുന്നത്. അവളുടെ വീട്ടിലാണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്നത്. ഹേന, നാളെ തന്നെ റെന്റ് കിട്ടണം, അതും വീടിനകത്ത് കയറി ടേബിളിൻ്റെ മുകളിൽ വെച്ചാൽ മതി. ലൂ, കുറച്ച് സാവകാശം കിട്ടുമോ? കാറ്റുമഴയൊക്കെയല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ വേറെ പൈസയില്ല. നാളെ തന്നെ റെന്റ് കിട്ടണം, വേറെ വർത്താനല്ല. ഇത് കേട്ടേക്ക് ഇത് എന്ത് സാധനമാണെന്നും വിചാരിച്ചാണ് ഹേന നിൽക്കുന്നത്. എന്നാൽ ലൂക്കാണെങ്കിൽ വേറെ എന്തൊക്കെയോ പറയാനുണ്ട്. പക്ഷെ അവളെ കൊണ്ട് പറ്റുന്നില്ല. സോ അവിടെ നിന്ന് അങ്ങ് പോകുന്നു. പെട്ടെന്നാണ് വിയുടെ ഫ്രണ്ടിലോട്ട് വി അങ്ങ് വരുന്നത്. എന്തോ ഭാഗ്യത്തിന് ഇടിക്കുന്നില്ല കേട്ടാ. പക്ഷെ വി ഫ്രണ്ടിലോട്ട് ചാടിയതും ലൂ ആകെ സ്റ്റെക്കായി പോകുന്നു. ഹേനയാണെങ്കിൽ ലൂവിനെ കുറെ ചീത്ത പറഞ്ഞ് മകളെയും കൊണ്ട് പോകുന്നു. അങ്ങനെ ലൂ വീട്ടിലെത്തി. ആ ഒരു സമയത്ത് വിയുടെ മുഖം ആലോചിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ലൂ. ഇത്രയും മുരട് സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ജാക്സിന്റെ കൂടെ മാത്രമാണ് ഇവൾ എല്ലാ കാര്യവും എക്സ്പ്രസ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹേനയെ കാണാൻ അവളുടെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് വരുന്നത്. അവരിങ്ങനെ സെറ്റായി വരുന്നതേ ഉള്ളൂ. അവൻ്റെ പേരാണ് ക്രിസ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചതിന് ശേഷം അവൻ തിരിച്ചു പോകുന്നു. എന്നാൽ ക്രിസ് വരുന്നതും പോകുന്നതും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴാണ് മഴ പെയ്യാൻ ആരംഭിക്കുന്നത്. സോ ഒരു ഷവലെടുക്കുന്നു, എന്നിട്ട് കോട്ടും തൊപ്പിയും വെച്ച് കുഴിക്കാൻ പോകുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് ക്രിസിനെ കാണിക്കുന്നത്. പുള്ളിക്കാരനാണെങ്കിൽ പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരുത്തൻ ലിഫ്റ്റ് ചോദിക്കുന്നത്. പുറത്താണെങ്കിൽ നല്ല മഴയാണ്, അതുകൊണ്ട് ലിഫ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ ഇവർ 2 പേരും സംസാരിച്ച് ഒരു ഫ്രണ്ട്സ് വൈബിൽ എത്തിയിട്ടുണ്ട്. പെട്ടെന്നാണ് വണ്ടി കയറിയവൻ ക്രിസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്കുന്നത്. അടിച്ചടിച്ച് കൊല്ലണവനെ.
അങ്ങനെ രാത്രിയായി. ലൂക്ക് കൊടുക്കാനുള്ള റെന്റ് മൊത്തം എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹേന. അതേസമയം ലൂ ആണേലോ കുഴിച്ചെടുത്ത ഡോക്യുമെന്റ്സും ഫോട്ടോസും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞ സിനിമയുടെ ഫസ്റ്റ് സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ ഒരു സൂയിസൈഡ് സീൻ. ഈ ഫോട്ടോസിനകത്താണെങ്കിൽ അവളുടെ പഴയ ഫോട്ടോ ഉണ്ട്, ഒരു ലൈറ്റ് ഹൗസിന്റെ ഫോട്ടോ ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ഡോക്യുമെന്റ്സും ഉണ്ട്. ഇതെല്ലാം വലിച്ചു വാരിയിട്ട് കത്തിക്കുകയാണ് ലൂ. അതുമാത്രമല്ല, അവളുടെ കയ്യിലൊരു ഫിലിമുണ്ട്. ഇറാഖിൽ നടന്ന വലിയൊരു ലഹള, കുറെ ഡെഡ് ബോഡീസ്, ഒരു കൊച്ചുകുട്ടി, ഇതൊക്കെയാണ് ആ ഫിലിമിനകത്തുള്ളത്. ഇതിൻ്റെ ഇടയിലാണ് ഹേനനെ കാണിക്കുന്നത്. പുള്ളിക്കാരത്തിയാണെങ്കിൽ അച്ഛനെക്കുറിച്ച് വീടോട് പറയാനിരിക്കുകയാണ്, പക്ഷെ അവളെ കൊണ്ട് സാധിക്കുന്നില്ല. വി ആണേലോ ഫ്രണ്ട്ഷിപ്പ് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതും ലൂക്ക് വേണ്ടി. ലൂനെ നിനക്ക് അത്ര ഇഷ്ടം അങ്ങനെ ചോദിച്ചാ അറിയില്ല. ജാക്സിന് ഇഷ്ടമാണ് അവളെ, ജാക്സിന് എനിക്കും ഇഷ്ടമാണ്, സോ എനിക്ക് ലൂന് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയും മോളും. ഇതേ സമയം ലൂ ആണെങ്കിൽ അവളുടെ സൂയിസൈഡ് നോട്ടാണ് തയ്യാറാക്കുന്നത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ വീട് നിനക്കുള്ളതാ, ഇത് വിൽക്കാം, ക്യാഷ് ഉണ്ടാക്കാം, പിന്നെ പോരാത്തിന് വേറെയും കുറച്ച് ക്യാഷ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഫ്രീസറിനകത്ത് ഇറച്ചിയുണ്ട്, അത് ജാക്സിനുള്ളതാ. ഞാനൊരു നല്ല വ്യക്തിയൊന്നുമില്ല, ഞാൻ ഇത്രയും കാലം ചെയ്തതിൽ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. നിനക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെയാണ് അവളുടെ സൂയിസൈഡ് നോട്ടിൽ എഴുതുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും കാലത്തെ സമ്പാദ്യം മറ്റാർക്കോ വേണ്ടി മാറ്റി വെക്കുകയാണ് അവള്. പക്ഷെ എന്തിനാണ് ഇങ്ങനൊരു സൂയിസൈഡ് അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹേനയുടെ വീട്ടിൽ കറണ്ട് പോകുന്നത്. നല്ല കാറ്റും മഴയാണ്, സോ ബ്രേക്കറിന് എന്തെങ്കിലും ഇഷ്യൂ ഒന്നും കരുതി അത് നോക്കാൻ പോവുകയാണ് ഹേന. എന്നാൽ ബ്രേക്കറിന് യാതൊരുവിധ കുഴപ്പമില്ല. ലൂടെ വീട്ടിലാണെങ്കിൽ കറണ്ടും ഉണ്ട്. മൊത്തത്തിൽ പറഞ്ഞ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അവിടെ ലൂ ആണെങ്കിൽ ജാക്സിനെ പൂട്ടിയിട്ടതിന് ശേഷം സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വി ഒരു സൗണ്ട് കേൾക്കുന്നത്. അവളാകെ പേടിച്ചു വിറച്ച് ഇല്ലാണ്ടായിട്ടിരിക്കുകയാണ്. രാത്രി, മഴ, ഇടി, മിന്നൽ, സൗണ്ട് എല്ലാം കൊണ്ടും വല്ലാത്തൊരു അന്തരീക്ഷമാണ് അവിടെ. പിന്നെ വി ഒന്നും നോക്കിയില്ല, ഒരു കൊട്ടക്കകത്ത് കയറി ഒളിച്ചിരിക്കുന്നു. ഇതേസമയം ഹേന പോസ്റ്റിന്റെ മേളിലുള്ള ബ്രേക്കറാവും പ്രശ്നമൊന്നും കരുതി അത് ചെക്ക് ചെയ്യാൻ പോകുന്നു. എന്നാൽ ഈ പോസ്റ്റ് ആണെങ്കിൽ വീട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. അവിടെ തന്നെയാണ് ക്രിസിന്റെ കാറുള്ളതും. അങ്ങനെ ഹേന ക്രിസ് എന്താ ഇവിടെയൊന്നും കരുതി കാർ അങ്ങ് തുറന്നു നോക്കുന്നു. എന്നാൽ ക്രിസ് മരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ഞെട്ടിത്തരിച്ചില്ലാണ്ടായിട്ടിരിക്കുകയാണ് ഹേന. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല, വീടടുത്തോട്ട് പോകുന്നു. ഇതേസമയം വീട് റൂമിലേക്ക് ആരോ അതിക്രമിച്ച് കയറാൻ നോക്കുകയാണ്. കയറാന്ന് മാത്രമല്ല, റൂമിനകത്തോട്ട് ഒരു പ്രത്യേകതരം ഗ്യാസ് ഇട്ട് വീനെ മയക്കുന്നു, കൊണ്ടുപോകുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഹേന വീട്ടിലെത്തുന്നത്. അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് വി എന്നും പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വീട് റൂമിൽ നിന്ന് ഒരു ഫോട്ടോ കിട്ടുന്നത്. അത് കണ്ടേക്ക് ഹേനക്ക് മനസ്സിലായി തൻ്റെ മകളെ ആരാണ് കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നതെന്ന്. ലൂ ആണെങ്കിൽ ടാർപോളിനും വിരിച്ച് ഗണ്ണും പിടിച്ച് സൂയിസൈഡ് ചെയ്യാനിരിക്കുകയാണ്. ആ ഒരു കറക്റ്റ് സമയത്താണ് ഹേന അങ്ങ് കയറി വരുന്നത്. ഇവൾ അപ്പം തന്നെ ഗണ്ണ് മാറ്റുന്നു. ഹേനയാണെങ്കിൽ പാനിക്കായിട്ട് ഫോൺ യൂസ് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷെ കനത്ത കാറ്റും മഴയും മൂലം ഫോൺ വർക്കാവുന്നില്ല. ലൂ ആണെങ്കിൽ എന്താ കാര്യം എന്നൊക്കെ കുറേ ചോദിക്കുന്നു. അപ്പോഴാണ് ഹേന ആ ഞെട്ടിക്കുന്ന സത്യങ്ങ് പറയുന്നത്. ഞാൻ മരിച്ചു എന്ന് വിചാരിച്ച എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു വന്നിരിക്കുന്നു. ഞാനും എൻ്റെ മകളും അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അയാൾ തിരിച്ചു വന്നു, എൻ്റെ മകളെ കൊണ്ടുപോവുകയും ചെയ്തു എന്നും പറഞ്ഞ് തൻ്റെ ഹസ്ബൻഡ് വെച്ചിട്ട് പോയ ആ ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. അയാളുടെ പേരാണ് സാം. ഇതൊക്കെ കേട്ടിട്ട് ലൂക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. മരിച്ചു പോയി എന്ന് പറയുന്ന അച്ഛൻ തിരിച്ചു വരുന്നു, മകളെ കിഡ്നാപ്പ് ചെയ്യുന്നു. ആർക്കായാലും ഒന്നും പറയാൻ കിട്ടില്ല. അങ്ങനെ ലൂ ഹേനയെ സഹായിക്കാൻ തയ്യാറാവുന്നു. എത്രയൊക്കെ മുരയുടെ സ്വഭാവമെന്ന് പറഞ്ഞാലും അവൾക്ക് സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അങ്ങനെ വേഗം തന്നെ സ്റ്റേഷനിലോട്ട് പോകാനൊരുങ്ങുന്നു. ഇവരുടെ ഏരിയയിൽ നിന്ന് അത്യാവശ്യം പോകാനുണ്ട് സ്റ്റേഷനിലോട്ട്. അങ്ങനെ ഇവർ കാറിൽ കയറുന്നു, പോകാനൊരുങ്ങുന്നു. എന്നാൽ കഷ്ടകാലത്തിന് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. പിന്നെ ലീ ഒന്നും നോക്കിയില്ല, ബോണറ്റ് അങ്ങ് തുറന്നു നോക്കുന്നു. എന്നാൽ അതിനകത്ത് ബോംബ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സാക്ഷാൽ സാം. ഇത് കണ്ടേക്കലു വേഗം തന്നെ ഹേനേനെയും കൊണ്ട് അവിടെ നിന്ന് അങ്ങ് മാറുന്നു. അതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു. ഇതെല്ലാം നൈറ്റ് വിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാം. അത് മാത്രമല്ല, പുള്ളിക്കാരനൊരു വണ്ടി ഉണ്ടാക്കി വലിച്ചുകൊണ്ട് പോവുകയാണ് വീനെ. സോ ഇനി സ്റ്റേഷനിലോട്ട് നടന്നു പോകാന്നല്ലാണ്ട് ഇവർക്ക് വേറെ മാർഗമില്ല. നടന്നങ്ങോട്ട് എത്തുമ്പോഴേക്കും സാം അവൻ്റെ പാട്ടിന് പോയിട്ടുണ്ടാവും. ലൂ ആണെങ്കിൽ ഒരു മാരക ഹണ്ടറാണ്. സോ വീനെ ട്രാക്ക് ചെയ്യാൻ ഞാൻ സഹായിക്കാന്നാണ് ഹേനയോട് പറയുന്നത്. ലൂ, നീ ഇതെന്തറിഞ്ഞിട്ടാ? അവനൊരു ഫോമർ ഗ്രീൻ ബാരറ്റ് ആണ്, അതായത് US ആർമിയുടെ സ്പെഷ്യൽ ഫോഴ്സ്. അവനൊരു സൈക്കോയാണ്, ഫണ്ടിന് വേണ്ടിയിട്ട് ഹോസ്റ്റേജസിനെ ടോർച്ചർ ചെയ്യാറുണ്ട്. അവനൊരു വാർ ക്രിമിനലാണ്. അവൻ്റെ അടുത്ത് നീയും നിന്റെ പട്ടിയൊന്നും ഏൽക്കില്ല. ലൂ ആണെങ്കിൽ അവളുടെ കയ്യിലുള്ള റൈഫലും പിസ്റ്റലും കത്തിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ട്രാക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെക്കുന്നു, ഇറങ്ങിത്തിരിക്കുന്നു. ലൂ, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവൻ മരിച്ചതല്ലേ, പിന്നെ ഇങ്ങനെ തിരിച്ചു വന്ന്? ഇവൻ്റെ ഒടുക്കത്തെ പ്രവൃത്തി കാരണം CIA അറസ്റ്റ് ചെയ്യാൻ പോയി എന്നാ ഞാൻ കേട്ട്. പിന്നീട് ബോംബ് ബ്ലാസ്റ്റിൽ പെട്ട് അവൻ കൊല്ലപ്പെടുകയും ചെയ്തു. എന്തിന്? അവൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അടക്കം അവരെനിക്ക് അയച്ചു തന്നു. ഇതൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ഹാലത്തീൻ ഗ്യാസിൻ്റെ വലിയൊരു ക്യാന് കാണുന്നത്. അതായത് വിയെ മയക്കാൻ ഉപയോഗിച്ച ഗ്യാസ്. പിന്നെ പോരാത്തതിന് വീനെ എന്തോ ഒരു സാധനത്തിൽ വലിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് ലൂക്ക് മനസ്സിലായി. കാരണം ടയർ മാർക്ക് ഉണ്ട് അവിടെ. അങ്ങനെ ലൂ പറയാണ്, അവനെങ്ങാനും ഈ ഐലൻഡ് കടന്ന കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോവും. മഴ കാരണം എയർപോർട്ടും ഫെറിയും ക്ലോസ്ഡ് ആണ്. പിന്നെയുള്ളത് പ്രൈവറ്റ് വെസൽ മാത്രമാണ്. സോ അവൻ കോസ്റ്റിൻ്റെ ഭാഗത്തോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക.
നീ ഒരു കാര്യം ചെയ്യ്, മഴ മാറിയാലുടൻ സ്റ്റേഷനിൽ പോ, ഞാൻ വീണയും കൊണ്ടേ തിരിച്ചു വരൂ. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും ഹേന സ്റ്റേഷനിലോട്ട് പോകാൻ തയ്യാറാവുന്നില്ല. അവളുടെ മകളാണ് മിസ്സായിരിക്കുന്നത്. സോ അവൾക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ലൂ പറയാണ്, നീ കാരണം ഞാനെങ്ങാനും സ്ലോ ആയ ഇട്ടേച്ച് പോവും ഞാൻ, മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് രണ്ടും കൂടെ അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു. ഇതേ സമയം വീക്കാണെങ്കിൽ ബോധം വരുന്നു. ഇവരാണെങ്കിൽ ഒരു ക്യാബിൻ്റെ അകത്താണ്. പിന്നെ പോരാത്തതിന് ആരൊക്കെയോ വയർലെസ് വഴി സാമിനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നു. ചുരുക്കി പറഞ്ഞ അവൻ ഒറ്റയ്ക്കല്ല ഇതിനിറങ്ങി തിരിച്ചിട്ടുള്ളത്, അവൻ്റെ ടീമും കൂടെയുണ്ട്. അവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ സാം വീയുടെ ഫ്രണ്ടിലോട്ട് അങ്ങ് പോകുന്നു. വീക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. അച്ഛനാണ് കൂടെയുള്ളത്, പക്ഷെ കണ്ടിട്ടാണെങ്കിൽ 2 വർഷമായി. സോ ആ ഒരു ട്രസ്റ്റ് വീക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ലിപ്പോൾ. അച്ഛാ, അമ്മയുടെ അമ്മയ്ക്ക് ഞാൻ കുറച്ച് ക്ലൂസ് കൊടുത്തിട്ടുണ്ട്. ആ ക്ലൂ ഒക്കെ തേടി പിടിച്ച് നമ്മളുടെ അടുത്തോട്ട് ഉടനെ വരും എന്നും പറഞ്ഞൊരു വോക്ക്മാൻ അവൾക്ക് അങ്ങ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. ഇവിടെ ലൂവും ഹാനയും ജാക്സും കൂടെ ട്രാക്ക് പിടിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്ന് രാവിലെയായി. ഇതിൻ്റെ ഇടയിൽ വിശപ്പ് വരും, ചോക്ലേറ്റ് കഴിക്കും, പിന്നെ മുന്നോട്ട് പോകും. അങ്ങനെ അവസാനം അവർ ആ ക്യാബിൻ കണ്ടെത്തി. പിന്നെ ഇവരൊന്നും നോക്കിയില്ല, ഒളിച്ചിരുന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സാമിൻ്റെയും വീൻ്റെയും ഒരു അഡ്രസ്സും ഇല്ല. എന്നാൽ അവിടെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. നേരത്തെ സാം കോണ്ടാക്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്ന അവൻ്റെ ആൾക്കാരുണ്ടല്ലോ, അവരാണ്. ഇത് കണ്ടേക്ക് ഹാന പറയാണ്, ഇത് സാമിൻ്റെ ആൾക്കാരാ, പണ്ട് ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്. സാം വലുതെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് ഒരിക്കലും ഇവരിങ്ങോട്ട് വരില്ല. ഹേന, നിനക്ക് ഈ റൈഫിൾ യൂസ് ചെയ്യാൻ അറിയോ? അറിയാം, പണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇത് കേട്ടേക്ക് റൈഫിലും കത്തിയും അങ്ങ് കൊടുക്കുന്നു. നിന്റെ അടുത്തോട്ട് ആരേലും വന്നാ ഈ കത്തി കൊണ്ട് അവൻ്റെ കണ്ണിലോട്ടങ്ങ് കയറ്റണം. കാണാൻ പറ്റാത്ത ആൾക്ക് നിന്നെ കൊല്ലാനും പറ്റില്ല. ഇതൊക്കെ കേട്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് ഹാന. നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? ഞാൻ പണ്ട് സ്കൗട്ടിലുണ്ടായിരുന്നു. ഇത് കേട്ടേക്ക് ഹാനയാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. സ്കൗട്ടിൽ ഒരിക്കലും ഇമാതിരി സാധനം ഒന്നും പഠിപ്പിച്ചു കൊടുക്കൂല. അങ്ങനെ ഹാന ലൂക്ക് പിന്നാലെ പോകാനൊരുങ്ങുന്നു. പക്ഷെ ലൂ ആണെങ്കിൽ സമ്മതിക്കുന്നില്ല. കാരണം വേറൊന്നുമില്ല, അവളുടെ റെയിൻ കോട്ടാണ്. അതിൻ്റെ കളർ കണ്ടില്ലേ, മഞ്ഞ. സാധനം സ്പോട്ട് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ ലൂ പതുക്കെ ക്യാബിൻ്റെ അടുത്തോട്ട് പോകുന്നു. എന്നിട്ട് തൊപ്പി ഊരി മാറ്റി തല മൊത്തത്തിലങ്ങ് നനക്കുന്നു. എന്നിട്ടൊരു ടിപ്പിക്കൽ വയസ്സായ സ്ത്രീനെ പോലെ അവന്മാരുടെ ഫ്രണ്ടിലോട്ടങ്ങ് ചെല്ലുന്നുണ്ട്. ഇത് കണ്ടേക്ക് ലെവനാണെങ്കിൽ ഗണ്ണെടുക്കാൻ നോക്കുകയാണ്. പക്ഷെ ലൂ ആണെങ്കിൽ ഓസ്കാർ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. എനിക്കൊട്ടും വയ്യ, എൻ്റെ പട്ടീനെ തേടി വന്നതാ. എൻ്റെ വീട്ടിലോട്ടാണെങ്കിൽ ഇവിടുന്ന് ഒരു 3 മണിക്കൂർ യാത്രയുണ്ട്. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ. ഇത് കേട്ടേക്ക് 2 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പൊക്കുമെന്നും പറഞ്ഞ് അകത്തോട്ടങ്ങ് കൊണ്ടുപോവാണ് ലൂനെ. അവിടെയുണ്ട് വേറൊരുത്തൻ. അവനാണെങ്കിൽ കുറച്ച് സീനാണ്. അങ്ങനെ ലൂ സംശയം വരാണ്ടിരിക്കാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ചുറ്റും നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോഴാണ് വിയുടെ ബ്ലാങ്കറ്റും ഒരു പോസ്റ്റ് കാർഡും കാണുന്നത്. അത് കണ്ടേക്ക് മനസ്സിലായി വി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇവളുടെ നിരീക്ഷണമാണെങ്കിൽ ലെവൻ കാണുന്നുണ്ട് കേട്ടാ. സോ പെട്ടു എന്നുള്ളത് മനസ്സിലായി. പട്ടീനെ തേടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ അത് കാണിക്കണമല്ലോ. അതുകൊണ്ട് സംസാരത്തിൻ്റെ ഇടയിൽ നൈസായിട്ട് വിസലങ്ങ് വിളിക്കുന്നു. ഈ ജാക്സിനാണെങ്കിൽ ഒരു സ്വഭാവമുണ്ട്, വിസൽ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം വിളി കേൾക്കും. അങ്ങനെ വിളി കേൾക്കുന്നു, കുരക്കുന്നു. ആ, എൻ്റെ പട്ടി തിരിച്ചു വന്നല്ലോ എന്നും പറഞ്ഞ് നൈസായിട്ട് ഊരാൻ നിൽക്കുമ്പോഴാണ് അങ്ങേരങ്ങ് പിടിച്ചു വെക്കുന്നത്. പിന്നെ അവിടെ ഗംഭീര ഫൈറ്റാണ്. ആദ്യം തന്നെ തിളച്ച സൂപ്പ് എടുത്ത് മുഖത്തോട്ടൊഴിക്കുന്നു. ഈ സമയത്താണ് മറ്റവൻ ഗണ്ണെടുക്കുന്നത്. എന്നാൽ അങ്ങേരുടെ കാര്യത്തിലൊരു തീരുമാനമാക്കുകയാണ് ലൂ. ഇതേ സമയം ലെവനാണേലോ ലൂവിനെ പിടിച്ചങ്ങ് എറിയാണ്. അവനുമായിട്ട് എതിർത്ത് നിൽക്കാന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അങ്ങേര് അത്രയും ശക്തനാണ്. പിന്നെ പോരാത്തതിന് ലൂവിനാണെങ്കിൽ വയസ്സായി. പക്ഷെ ലൂ അവൻ്റെ അണ്ടം കലക്കുന്നു. ചിമ്നിയുടെ മേളിൽ പിടിച്ചങ്ങ് പൊള്ളിക്കുകയാണ് അവനെ. എന്നിട്ടൊരു ക്യാന് കൊണ്ട് അങ്ങ് വരയാൻ ആരംഭിക്കുന്നു, അതും കഴുത്തിനിട്ട്. സോ അങ്ങേർക്കിനി അധികം സമയമില്ല. നിൻ്റെയൊക്കെ സാം ഇപ്പോൾ എവിടെയുണ്ട്? ഈഗിൾ ബേ. ഇതിൽ കൂടുതലൊന്നും അങ്ങേർക്കറിയില്ല. പിന്നെ പറയണ്ടല്ലോ, അങ്ങേരെയും അങ്ങ് തീർത്ത് കളയുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് ഹേന അങ്ങോട്ട് വരുന്നത്. അവളിതൊക്കെ കണ്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ വിചാരിച്ചിരുന്ന ആളല്ല ലൂ. അങ്ങനെ ലൂ അവിടെ ഇരിക്കുന്ന ഗണ്ണ്, ഭക്ഷണം എന്ന് വേണ്ട സകലമാന സാധനം ഹേനയുടെ കയ്യിലോട്ട് അങ്ങ് വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഹേന കാണാണ്ട് മറ്റേ പോസ്റ്റ് കാർഡ് ഉണ്ടല്ലോ അതങ്ങ് എടുത്തു വെക്കുന്നു. അതിൻ്റെ മുകളിലാണെങ്കിൽ ഓൾഡ് ഹാബിറ്റ്സ്, ഡൈ ഹാർഡ്, ഹാവിങ് ഫൺ യെറ്റ്, പിന്നെ അറബിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. നേരത്തെ CIA ന്യൂസ് TV കണ്ടപ്പോൾ അവളുടെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. അതേ നോട്ടം തന്നെയാണ് ഇപ്പോഴും നോക്കുന്നത്. ഹേനയാണെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ ഒരു റേഡിയോ യൂസ് ചെയ്തിട്ട് പോലീസിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ റേഞ്ച് എന്ന് പറയുന്ന സാധനം അപ്പോഴാണ് ലൂ ഒരു കാര്യം പറയുന്നത്. ഹേന, ആ റേഡിയോ നമുക്ക് വേണ്ട. ആ റേഡിയോക്കകത്തുള്ള ഏതെങ്കിലും ചാനൽസിൽ സാം ഉണ്ടാവും. അവനെങ്ങാനും നമ്മളുടെ സൗണ്ട് കേട്ടാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് അതങ്ങ് പിടിച്ചു വാങ്ങുന്നു, കളയുന്നു. അങ്ങനെ ഹേന അവളുടെ കോട്ടങ്ങ് ചേഞ്ച് ചെയ്യുന്നു. മഞ്ഞ കോട്ട് ഇട്ടുകൊണ്ട് പുറത്തു പോയാൽ പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അങ്ങനെ ഹേന ലൂ അറിയാണ്ട് ആ റേഡിയോ പിന്നെ എടുത്തു വെക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹേന ഒരു കാര്യം ചോദിക്കുന്നത്. ഞാനും പണ്ട് സ്കൗട്ടിലൊക്കെ ഉണ്ടായിരുന്ന ആളാ. അതിനകത്ത് ആൾക്കാരെ കൊല്ലുന്നൊന്നും പഠിപ്പിക്കാറില്ല. സോ താനാരാ പറ. 25 വർഷം ഞാൻ CIA വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലം തൻ്റെ തൊട്ടപ്പുറത്ത് താമസിച്ച ഒരു CIA ഏജൻറ്റാന്ന് പറഞ്ഞപ്പോൾ കിളി പറക്കുകയാണ് ഹേനയുടെ.
അങ്ങനെ അവർ പിന്നെ യാത്ര തിരിച്ചു. ഇതേ സമയം വീനെയും കൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ് സാം. അപ്പോഴാണ് വീക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നത്. അങ്ങനെ തൽക്കാലത്തിന് യാത്ര ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. അതും കുറെ പാറക്കല്ലുള്ള നല്ല ഭംഗിയുള്ള സ്ഥലത്ത്. ആ ഒരു കറക്റ്റ് സമയത്താണ് ലൂ അറിയാണ്ട് ഹേന പിന്നെയും റേഡിയോയുടെ മേളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ റേഞ്ച് ഒന്നും കിട്ടുന്നില്ല കേട്ടാ. എന്നാൽ അവളുടെ വോയിസ് ബ്രേക്ക് ആയിട്ടാണേലും സാം കേൾക്കുന്നുണ്ട്. സോ അവന്റെ കൂട്ടുകാരുടെ റേഡിയോ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് അവനക്ക് മനസ്സിലായി. അങ്ങനെ മൂത്രമൊഴിക്കാൻ പോയ വി ഒരു ചിറകൊടിഞ്ഞ പൂമ്പാറ്റനെയും കൊണ്ടാണ് നിൽക്കുന്നത്. അവൾക്കതൊക്കെ കണ്ട് ഭയങ്കര ക്യൂട്ട്നെസ് ആണ് ഫീൽ ചെയ്യുന്നത്. വി, നീ എന്താ ചെയ്യുന്നത്? ഇത് കേട്ടേക്ക് പൂമ്പാറ്റനെ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടേക്ക് അങ്ങേര് പറയാണ്, വി, നിനക്കൊരു കാര്യം അറിയോ? പ്രകൃതിയിൽ ആർക്കെങ്കിലും ഡാമേജ് പറ്റിയ അതിനർത്ഥം അവർ ഈ ലോകത്ത് ജീവിക്കാൻ പാടില്ല എന്നാ. അച്ഛാ, ആ പൂമ്പാറ്റ ചിലപ്പോൾ ടയേർഡായിരിക്കും. ആ, ചിലപ്പോൾ ആയിരിക്കും, അത് വിട്. നീ ഇപ്പം മൂത്രമൊഴിച്ചിട്ട് വാ, ഇതിനെ ഞാൻ എവിടെയെങ്കിലും സേഫാക്കി വെക്കാം. ഇത് കേട്ടേക്ക് വി മൂത്രമൊഴിക്കാൻ പോകുന്നു. എന്നാൽ അവൾ അച്ഛനെ മറഞ്ഞിരുന്ന് വാച്ച് ചെയ്യാണ്. അപ്പോഴാണ് ഒരു മാരക കാഴ്ച അങ്ങ് കാണുന്നത്. ആ പൂമ്പാറ്റേനെ ഞെരിച്ചില്ലാണ്ടാക്കുകയാണ് അയാള്. ഇത് കണ്ടേക്ക് വീക്കാണെങ്കിൽ ട്രസ്റ്റ് പിന്നെയും പിന്നെയും പൊക്കോണ്ടിരിക്കുകയാണ്. അവൾക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നുകയാണ്. എന്നാൽ വേറൊരു ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത് അവളുടെ അച്ഛനും കൂടിയാണ്. അതുകൊണ്ടാകെ കൺഫ്യൂസ് ആയിട്ടാണ് വി ഇരിക്കുന്നത്. അങ്ങനെ അവർ പിന്നെയും യാത്ര തിരിച്ചു. കുറേ സമയം കഴിഞ്ഞു. അപ്പോഴാണ് ഈ പാറക്കല്ലുള്ള സ്പോട്ടിലോട്ട് ലൂവും ഹേനയും എത്തുന്നത്. ഹേനയുടെ കാലിനാണെങ്കിൽ ഒട്ടും വയ്യ, കുറേ നേരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തൽക്കാലത്തിന് അവർ റെസ്റ്റ് എടുക്കുന്നു. ഇനിയും റെസ്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഹേനക്ക്. അവൾ ഈ ട്രാക്കിംഗ് പരിപാടിക്കൊന്നും പോവാറില്ല. അങ്ങനെ സാം വീനയും കൊണ്ട് നടന്ന് എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് അങ്ങേരൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഇനി തുടർന്ന് പോകണമെങ്കിൽ കുട്ടീനെ എടുത്തുകൊണ്ട് വേണം പോവാൻ. അതെന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. എന്തായാലും സാം ആകെ ഭ്രാന്ത് കയറിയിട്ടാണ് നിൽക്കുന്നത്. ഇതേ സമയം ലൂവും ഹേനയും കൂടെ റെസ്റ്റ് എടുക്കുകയാണ്. അവിടെയുണ്ട് വീനെ കൊണ്ടുപോയതിനുള്ള ട്രാക്ക് മാർക്ക്. അങ്ങനെ ഈ സമയത്താണ് ഹേന അവളുടെ ബൂട്ടൊന്ന് ഊരി മാറ്റുന്നത്. കുറേ നേരം ഒരേ നടപ്പല്ലേ, സോ കാലിൻ്റെ അവസ്ഥ ദേ ഇതാണ്. അങ്ങനെ ലൂ ജസ്റ്റ് ഒരു ഹീറ്റിനായിട്ട് തീ ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. എന്നാൽ തീപ്പെട്ടിയാണെങ്കിൽ വെള്ളത്തിലാവുന്നു. ആർത്രസ്റ്റിസ് കാരണം കൈ മര്യാദക്കൊന്ന് പിടിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ ലൂ ഒന്നും നോക്കിയില്ല. ഒരു ബബിൾക്കം കഴിച്ചതിന് ശേഷം അതിന്റെ കവർ ബാറ്ററിയിലോട്ട് യോജിപ്പിച്ച് ഒരു പഞ്ഞിയും യൂസ് ചെയ്ത് തീയങ്ങ് ഉണ്ടാക്കിയെടുക്കുന്നു. ഇവളുടെ ഈ സ്കില്ലൊക്കെ കണ്ട് ഇംപ്രസ് ആയിട്ടിരിക്കുകയാണ് ഹേന. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹേനയുടെ കയ്യിലായിട്ട് അബ്യൂസ് ചെയ്തതിന്റെ പാടുകൾ കാണുന്നത്. സാം ഇത്രയും പ്രശ്നക്കാരനായിരുന്നെങ്കിൽ നിനക്ക് പണ്ട് ഇട്ടെറിഞ്ഞ് വരായിരുന്നില്ലേ? എല്ലാവർക്കും പറയാൻ ഈസിയാണല്ലോ. അവനെ സ്നേഹിക്കുന്ന സമയത്ത് അവൻ ആരാന്നും എന്താന്നും എനിക്കറിയില്ലായിരുന്നു. അവൻ ഭയങ്കര കെയറിങ് ആയിരുന്നു, ലവ്വിങ് ആയിരുന്നു. പക്ഷെ ചില സമയങ്ങളിൽ അയാൾക്കൊരു ഭ്രാന്ത് വരും. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വീനെ അവൻ എപ്പോഴേലും ഉപദ്രവിച്ചിട്ടുണ്ടോ? അതിന് ഞാൻ ചാൻസ് കൊടുക്കാറില്ല. എപ്പോഴൊക്കെ സാമിന്റെ മൂഡ് മാറിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ വീടോട് ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറയും. ആ ഹൈഡ് ആൻഡ് സീക്കാണ് ഞങ്ങൾ ഇപ്പോഴും കീപ്പ് ചെയ്തു പോകുന്നത്. അയാൾക്ക് ഏത് നരകാണാവോ ജന്മം നൽകിയത്. എന്തായാലും ഒന്നുറപ്പാ, അങ്ങേർക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ ഒരു മോൺസ്റ്ററായിട്ട് മാറി. ചില സമയങ്ങളിൽ ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാം എൻ്റെ തെറ്റുകൊണ്ടാണ്. പക്ഷെ പിന്നീട് മനസ്സിലായി അയാളല്ല, ഞാനാണ് ശരിയെന്ന് എന്നും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയാണ് ഹേന. ലൂക്ക് ഇതൊക്കെ കേട്ടിട്ട് എന്താ പറയേണ്ടതെന്നറിയില്ല. അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നു. അങ്ങനെ പോയി സാം വീനെ എടുത്തോണ്ട് പോയില്ലേ, ആ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെയുണ്ട് വീനെ വലിച്ചുകൊണ്ട് പോയിരുന്ന വണ്ടി. ഇനി എന്തുകൊണ്ടാണ് എടുത്തോണ്ട് പോയെന്നറിയണ്ടേ? അവരുടെ ഫ്രണ്ടിൽ വലിയൊരു തൂക്കുപാലാണ്. അതും വർഷങ്ങളായിട്ട് ഒരു മെയിൻ്റെനൻസും ഇല്ലാത്ത പൊട്ടിപ്പൊളിയാനായ ഒരു തൂക്കുപാലം. അതിന്റെ മേളിൽ കൂടെ എന്തായാലും വലിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് വീൻ എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. അടിയിലാണെങ്കിൽ ഇതാണ് അവസ്ഥ. താഴേക്ക് വീണ് കഴിഞ്ഞാൽ പൊടി പോലും ബാക്കിയുണ്ടാവില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച് രണ്ടുപേരും മുന്നോട്ട് പോകാനൊരുങ്ങുന്നു. പതുക്കെ പിടിച്ച് നടക്കാൻ ആരംഭിക്കുന്നു. ലൂക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഇതൊക്കെ നിസ്സാരാണ്. എന്നാൽ ഹേനക്ക് അങ്ങനെയല്ല. അങ്ങനെ തൂക്കുപാലത്തിന്റെ മുക്കാൽ ഭാഗം കടന്നിട്ടുണ്ട്. എന്നാൽ അവിടെ അതാ വലിയൊരു മരം, അതും പാലത്തിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നു. സോ അതിന്റെ മേളിൽ പിടിച്ചിട്ട് വേണം അപ്പുറത്തോട്ടെത്താൻ. ഇതൊക്കെ കണ്ടിട്ട് ഇവരാണെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സാം എങ്ങനെയാണ് വീനയും കൊണ്ട് ഇതിൽ കൂടെ പോയിട്ടുണ്ടാവാന്ന്. അത്രയും വലിയ മഹാരക സ്ഥലമാണിത്. അങ്ങനെ കഷ്ടപ്പെട്ട് മരം കടന്നു. അപ്പോഴാണ് ലോർഡ് ആർത്രസ്റ്റിസ് അങ്ങ് പണി കൊടുക്കുന്നത്. അവളുടെ കൈ എടുക്കാൻ പറ്റുന്നില്ല, അങ്ങ് സ്റ്റെക്കാവുന്നു. അത് പിടിച്ചെടുക്കാൻ നോക്കുന്നതിന്റെ തന്ത്രപ്പാടിലാണ് രണ്ടുപേരും താഴേക്ക് പോകുന്നത്. എന്തോ ഭാഗ്യത്തിന് വെള്ളത്തിലോട്ട് പോകുന്നില്ല, ചളിയിൽ പെട്ടിട്ട് അങ്ങ് രക്ഷപ്പെടുകയാണ് രണ്ടുപേരും. അങ്ങനെ രണ്ടുപേരുടെയും ബോധം പോകുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ബോധം തിരിച്ചു കിട്ടുന്നത്. അപ്പോഴേക്കും ഒരുപാട് സമയം വൈകിയിരുന്നു. അതുമാത്രമല്ല ലൂടെ കൈക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തിന്? കൈയങ്ങ് തിരിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ലൂ അതങ്ങ് ഒടിച്ച് സെറ്റാക്കുന്നു, മുന്നോട്ട് പോകുന്നു. ഇതേ സമയം സാം ആണെങ്കിൽ ഈഗിൾ ബേ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ലൂവും ഹേനയോ ആണേലോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കുന്ന് കാണുന്നത്. ഇത് കണ്ടേക്ക് ഹേന ആ റേഡിയോ എടുക്കുന്നു, കുന്നിന്റെ മേളിൽ കയറി റേഞ്ച് പിടിക്കാൻ നോക്കുന്നു. ഇതൊക്കെ കണ്ട ലൂ പിന്നെ വെറുതെ ഇരിക്കുവോ? സോ പിന്നെയും ആ റേഡിയോ അങ്ങ് പിടിച്ചു വാങ്ങുന്നു. അങ്ങനെ നടന്ന് ഈഗിൾ ബേയിൽ എത്തിയിട്ടുണ്ട്. തിരമാലയാണെങ്കിൽ ഭയങ്കര റഫായിട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും വീനയും കൊണ്ട് സാം വെള്ളത്തിലിറങ്ങാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നശിച്ചു കിടക്കുന്ന ഒരു കപ്പൽ കാണുന്നത്. അതിനകത്തുണ്ട് അടുത്ത പോസ്റ്റ് കാർഡും വീടെ കളിപ്പാട്ടവും.
പോസ്റ്റ് കാർഡിലാണെങ്കിൽ ടുഗെദർ ഫോർ എവർ എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടേക്കലു വേഗം തന്നെ ഹേന എറിയാണ്ട് അതങ്ങ് എടുത്തു വെക്കുന്നു. തുടക്കം മുതലേ പോസ്റ്റ് കാർഡ്സ് ഹേനയിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തിനു വേണ്ടി? ഹേനയാണെങ്കിൽ കളിപ്പാട്ടൊക്കെ കണ്ട് അലറിപ്പൊളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലു ഒരു വിധത്തിലാണ് അവളെ പിടിച്ചിർത്തുന്നത്. ഇവളുടെ സൗണ്ട് എങ്ങാനും സാം കേട്ടാ പിന്നെ അത് മതി അവനക്ക് രക്ഷപ്പെടാനായിട്ട്. അങ്ങനെ ഈ സമയത്താണ് ലു ദൂരെയായിട്ട് സ്മോക്ക് കാണുന്നത്. ചുരുക്കി പറഞ്ഞ സാം അവിടെ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. എന്നാൽ ലു ആണേലോ അവിടെ വെച്ച് നാടകം കളിക്കുന്നു. ഹേന, നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് തോന്നുന്നത് നമുക്ക് ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ടെന്നാ. നീ മറ്റേ റേഡിയോ കൊണ്ട് കുന്നു കയറാൻ നോക്ക്. ചാനൽ നമ്പർ 16 ആണ് എമർജൻസി നമ്പർ. ഇത് കേട്ടേക്ക് ഹേനയാണെങ്കിൽ വേഗം തന്നെ റേഡിയോ കൊണ്ട് പോകുന്നു. ആ ഒരു സമയത്താണല്ലോ ഹേന അറിയാണ്ട് സ്മോക്ക് കാണുന്ന ഏരിയയിലോട്ട് പോകുന്നത്. എന്തിനായിരിക്കും ലു ഹേനയിൽ നിന്നും പല കാര്യങ്ങളും മറച്ചു പിടിക്കുന്നത്? അറിയില്ല. അങ്ങനെ രാത്രിയായി. ആ സ്മോക്ക് കാണുന്ന ഏരിയയിൽ തന്നെയുണ്ട് സാമും വിയും. അവർ രണ്ടുപേരും ഒരു കേവിനകത്താണ്. അച്ഛൻ്റെ പെരുമാറ്റമാണെങ്കിൽ മെല്ലെ മെല്ലെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് പേടിച്ചിരിക്കുകയാണ് വി. ഹേനയാണേലോ കഷ്ടപ്പെട്ട് കുന്നു കയറുന്നു റേഞ്ച് ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ഒരു വിധത്തിൽ കുന്നിൻ്റെ മുകളിലെത്തുന്നു. എമർജൻസി ചാനലിലോട്ട് കണക്ട് ചെയ്യാൻ നോക്കുന്നു. അങ്ങനെ കണക്ഷൻ കിട്ടി, അതും റാങ്കിന്. ഹേന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ റേഞ്ചിൻ്റെ പ്രശ്നം കാരണം കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാനാവുന്നില്ല. എന്തായാലും റാങ്കിൻ മറ്റുള്ള സ്റ്റേഷനിലോട്ട് മെസ്സേജ് പാസ് ചെയ്യുന്നു. ഇതേ സമയം ലൂ ആണെങ്കിൽ റൈഫിലും കൊണ്ട് ആ കേവ് മൊത്തം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ വിയും സാമും അവിടെ തന്നെയുണ്ട്. അത് മാത്രമല്ല രണ്ടുപേരും നല്ല ഉറക്കാ. സോ ഇത് തന്നെയാണ് ബെസ്റ്റ് ടൈം. അങ്ങനെ അകത്ത് കയറുന്നു. എന്നാൽ അതൊരു ട്രാപ്പായിരുന്നു. പക്ഷെ സാമിനെ കണ്ടിട്ട് അവൾക്ക് ഒരു കൂസലുമില്ല. കാരണം അവളുടെ സ്വന്തം മകനാണ് അവളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇനിയാണ് ആ മാരക ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത്. പണ്ട് കാലത്ത്, അതായത് ഇറാഖിലെ പ്രശ്നം നടക്കുന്ന സമയം, അവിടേക്കുള്ളൊരു മിഷന് വേണ്ടി പോയതാണ് ലൂ. അപ്പോഴാണ് അവർക്ക് നേരെ അറ്റാക്ക് ഉണ്ടാവുന്നതും ലൂയുടെ മകനെ തട്ടിക്കൊണ്ടുപോകുന്നതും. ആ സമയത്ത് തന്റെ കവർ ബ്ലോൺ ചെയ്യാൻ ലൂ തയ്യാറായിരുന്നില്ല. രാജ്യത്തിന്റെ പ്രൊട്ടക്ഷൻ മാത്രമാണ് ലൂ ആ സമയത്ത് നോക്കിയത്. ചുരുക്കി പറഞ്ഞ മകനായ സാമിനെ ലൂ അബാൻഡൻ ചെയ്തു. പിന്നീടാണ് ലൂ മനസ്സിലാക്കുന്നത് CIA അത്ര നല്ല ആൾക്കാരല്ലാന്ന്. അങ്ങനെ ലൂ തന്റെ മകനെ അവിടെ നിന്ന് രക്ഷിച്ചു. പിന്നീട് അവന് വേണ്ടിയിട്ട് അവൾ ഇന്നേ വരെ പോയിട്ടില്ല. അങ്ങനെ സാം മെല്ലെ മെല്ലെ ഒരു മോൺസ്റ്ററായിട്ട് മാറാൻ തുടങ്ങി. തൻ്റെ അമ്മയോടുള്ള പക തൻ്റെ ഭാര്യയിലേക്കും മകളിലേക്കും അവൻ പിടിച്ചെടുക്കുന്ന ഹോസ്റ്റേജസിലേക്കും പകരാൻ തുടങ്ങി. പിന്നെ ലൂക്ക് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. മകൻ്റെ കയ്യിൽ നിന്ന് ഹേനേനെയും വീനെയും രക്ഷിക്കാൻ തീരുമാനിച്ചു. എന്താണോ ചെറുപ്പത്തിൽ സാം അനുഭവിച്ച് അതേ ശിക്ഷയാണ് തൻ്റെ മകൾക്ക് അവൻ കൊടുക്കാൻ നോക്കുന്നത്. സോ സാം മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ ഹേനേനെയും വീനെയും അവർ പോലും അറിയാണ്ട് ഈ ഐലൻഡിലോട്ട് കൊണ്ടുവന്നു. ഹേനയ്ക്ക് ഇപ്പോഴും അറിയില്ല തൻ്റെ മകളുടെ മുത്തശ്ശിയാണ് ലൂ എന്നുള്ള കാര്യം. സാം, ഞാൻ ചെയ്തത് തെറ്റാണ്, അല്ലാന്നൊരിക്കലും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വിയും ഹേനയും സേഫായി എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത്. സോ അവൾക്ക് കുറ്റബോധമുണ്ട്. ചെയ്ത് തിരുത്താനാവാത്ത തെറ്റാണ്. പക്ഷെ അതിനകത്ത് പെട്ടുപോയത് വിയും ഹേനയുമാണ്. അതുകൊണ്ടാണ് സ്വത്തുക്കളും പൈസയും അവർക്ക് കൊടുത്തതിന് ശേഷം സൂയിസൈഡ് ചെയ്യാൻ തയ്യാറായത്. പക്ഷെ ഇതൊക്കെ ഉണ്ടാ ഇങ്ങരുടെ തലയിൽ കയറുന്നു. സോ അവിടെ ഗംഭീര ഫൈറ്റാണ്. പക്ഷെ സാം അവളുടെ ഷോൾഡറിലേക്ക് ഒരു ആക്സ് അങ്ങ് കുത്തിക്കയറ്റുന്നു. എന്നിട്ട് വീനയും കൊണ്ട് പോകുന്നു. ലോ, ഞാൻ ലൈറ്റ് ഹൗസിലുണ്ടാവും, നീ ഹേനേനെയും കൊണ്ട് അങ്ങോട്ട് വാ. അപ്പോഴാണ് അവളുടെ പാസ്റ്റിനെ കുറിച്ച് ലു അങ്ങ് ആലോചിക്കുന്നത്. ഒരു ലൈറ്റ് ഹൗസിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് സാമിനെ പണ്ട് കിഡ്നാപ്പ് ചെയ്തത്. ചുരുക്കി പറഞ്ഞ ആ ഒരു തീമിൽ എന്നെ മുഴുവൻ ഫാമിലിനെയും ഇല്ലാണ്ടാക്കാനാണ് സാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം റാങ്കിനാണെങ്കിൽ മിസ്സിംഗ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ട്രാക്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഈഗിൾ ബേയിലേക്ക് പോകാനാണ് സാധ്യത എന്നുള്ളത് അങ്ങേര് കണ്ടുപിടിച്ചു. ആ സമയത്താണ് US മാർഷൽസ് വിളിക്കുന്നത്. വിളിക്കാമെന്ന് മാത്രമല്ല അവർ 2 ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. ഒന്ന് ലൂവിൻ്റെ പഴയ ഫോട്ടോ ആണ്, അതും US ആർമിയിൽ നിൽക്കുന്ന ഫോട്ടോ. അത് കണ്ടേക്ക് ലൂ ആണെന്നുള്ള കാര്യം മനസ്സിലായി. എന്നാൽ രണ്ടാമത്തെ ഫോട്ടോ അത് സാമിൻ്റെ ആയിരുന്നു. സാമിന് ഇന്നേ വരെ അങ്ങേര് കണ്ടിട്ടില്ല. അങ്ങനെ US മാർഷൽസ് പറയാണ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാം ഒരു പട്ടാളക്കാരനാണ്. അങ്ങേര് കാരണം ധാരാളം സിവിലിയൻസ് മരിച്ചിട്ടുണ്ട്. സോ ഹീസ് എ വാർ ക്രിമിനൽ. പിന്നെ നിൻ്റെയൊക്കെ ലൂ, അവൾ CIA ടാർഗറ്റാണ്. ഇതൊക്കെ കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. കുറേ വർഷങ്ങളായിട്ട് ലൂനെ ഇങ്ങർക്ക് നേരിട്ടറിയാം. അവള് CIA ടാർഗറ്റാന്നൊക്കെ പറയുമ്പോൾ ഞെട്ടാണ്ടിരിക്കോ? പിന്നെ ഇവൾ എങ്ങനെയാണ് ടാർഗറ്റ് ആയെന്ന് ചോദിച്ചാൽ മറ്റേ ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ, സിനിമയുടെ ഫസ്റ്റ് സീനിൽ കത്തിച്ച് കളയുന്ന ഡോക്യുമെന്റ്സ്, അതെല്ലാം CIA കള്ളക്കളികൾ പൊളിച്ചുകൊണ്ടുള്ള ഡോക്യുമെന്റ്സ് ആണ്. അതുകൊണ്ട് അത് പുറത്തു വരാണ്ടിരിക്കാൻ അവർക്ക് ലൂനെ കൊന്നേ പറ്റുള്ളൂ. അങ്ങനെയാണ് ലൂ ഒരു ടാർഗറ്റായി മാറുന്നത്. റാങ്കിൻ, നിങ്ങളോ സിവിലിയൻസോ ഈഗിൾ ബേ എന്ന ലൊക്കേഷനിലോട്ട് ഒരു കാരണവശാലും പോകാൻ പാടില്ല. ഇത് കേട്ടേക്ക് റാങ്കിൻ അങ്ങ് ഭ്രാന്ത് കയറുന്നു. ഒരു കുട്ടിയുടെ ലൈഫാണ് അപകടത്തിലായിരിക്കുന്നത്. സോ അങ്ങേര് ഒരിക്കലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. ഇതേ സമയം ലൂ മറ്റേ കപ്പലിലോട്ട് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ സമയത്താണ് ഹേന തിരിച്ചെത്തുന്നത്. ഹേന നോക്കുമ്പോൾ ആക്സും കുത്തി കയറി വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്ന ലൂ. അങ്ങനെ ആക്സൊക്കെ വലിച്ചൂരിയതിന് ശേഷം മരുന്ന് വെച്ച് കൊടുക്കുന്നു. അപ്പോഴാണ് ബാഗിനകത്തിരിക്കുന്ന പോസ്റ്റ് കാർഡ്സ് ഹേന അങ്ങ് കാണുന്നത്. ഇത്രയും പോസ്റ്റ് കാർഡ്സ് ഹേനയിൽ നിന്ന് മറച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ലൂക്ക് എന്തോ കള്ളത്തരമുണ്ടെന്ന് ഹേനക്ക് മനസ്സിലായി. അതുമാത്രമല്ല സാമുവിനെ കൊണ്ടുപോയ സമയത്ത് വെച്ചിട്ട് പോകുന്നൊരു ഫോട്ടോ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലൊരു മെസ്സേജ് ഉണ്ട്. ഹായ് മോം, ഇറ്റ്സ് മൈ ടേൺ.
ആ മെസ്സേജ് കണ്ടപ്പോൾ വീടമ്മയ്ക്കുള്ള മെസ്സേജ് ആയിട്ടാണ് ഹേന ആദ്യം കണക്കാക്കുന്നത്. പക്ഷെ ഇപ്പോൾ ലൂടെ പരിങ്ങല് കണ്ടേക്ക് അവൾക്ക് മനസ്സിലായി ഈ മെസ്സേജും പോസ്റ്റ് കാർഡൊക്കെ ലൂക്കുള്ളതാണ്. ഇനിയിപ്പോൾ ലൂക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, എല്ലാ സത്യങ്ങളും അങ്ങ് തുറന്നു പറയുന്നു. ഇത് കേട്ടേക്ക് ഹേന അങ്ങ് ചൂടാവുകയാണ്. അത്രയും വലിയ മാരക സത്യങ്ങളാണ് ലൂ മറച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ പോരാത്തതിന് ലൂഡോടുള്ള പ്രതികാരം കാരണം ഇവരുടെ ലൈഫാണ് നശിക്കുന്നത്. സോ ദേഷ്യം വരാണ്ടിരിക്കുമോ? ഹേന, അവൻ വീനയും കൊണ്ട് പോയിട്ടുള്ളത് ലൈറ്റ് ഹൗസിലോട്ടാണ്. നിന്റെ ഫ്രണ്ട് വഴിയാണ് നീ ഐലൻഡിനെ കുറിച്ച് അറിയുന്നത്. ആ ഫ്രണ്ട് ഞാൻ പറഞ്ഞിട്ടാ ഈ ഐലൻഡിനെ കുറിച്ച് നിന്നോട് പറയുന്നതും നീ ഇങ്ങോട്ടെത്തുന്നതും. എൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് വെച്ച് സാമിനെ കുറിച്ച് അന്വേഷിക്കാൻ CIA ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്തു. പക്ഷെ ഒന്നും നടന്നില്ല. ലൂ, നീ കാരണമാണ് ഞാനും എൻ്റെ മകളും ഈ നിലയിലായിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് സത്യങ്ങൾ പറയായിരുന്നു. നിങ്ങൾ അതുപോലും ചെയ്തില്ല. എന്തിന്? എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ മുരട് സ്വഭാവം കാണിച്ചു പോകുമ്പോൾ നിങ്ങളുടെ പേരക്കുട്ടിയോട് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് നമ്മൾ ഒരുമിച്ചല്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകാൻ പോകുന്നത് എന്നും പറഞ്ഞ് വീനെ കണ്ടെത്താൻ ഹേന അങ്ങ് ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നു. ലൂക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് റെസ്റ്റ് എടുക്കാണ്ട് അവൾക്ക് ഇനി ഒന്നും ചെയ്യാനും പറ്റില്ല. വേണ്ട വേണ്ടാന്നൊരു 100 പ്രാവശ്യം പറയണല്ലോ, പക്ഷെ ആര് കേൾക്കാൻ? ലൂവിൻ്റെ കണ്ടീഷനാണെങ്കിൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് താൻ ചെയ്ത തെറ്റ് മാത്രമാണ് അവളുടെ ഓർമ്മയിലോട്ട് വരുന്നത്. അങ്ങനെ രാവിലെയായി. അവൾക്കൊരു കൂട്ടായിട്ട് ജാക്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലൂനെ ട്രാക്ക് ചെയ്തിട്ട് റാങ്കിനങ്ങ് എത്തുന്നത്. ഇവളുടെ ഒരു കിടപ്പൊക്കെ കണ്ട് ആകെ ഞെട്ടിയിരിക്കുകയാണ് പുള്ളിക്കാരൻ. അതുമാത്രമല്ല, ആ കപ്പലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ലൂ, എന്തിനാണ് CIA നിന്നെ ടാർഗറ്റായി വെച്ചിരിക്കുന്നത്? ഇറാഖിൽ നടന്ന അറ്റാക്കിൽ CIAയുടെ കറുത്ത കൈകളുണ്ട് എന്ന് തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ റാങ്കിൻ അവളുടെ ആർത്രസ്റ്റിസ് കൺട്രോൾ ചെയ്യാനായിട്ട് മറ്റേ കോപ്പർ ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ അതങ്ങ് ഇട്ടു കൊടുക്കുന്നു. എന്നിട്ട് ഫസ്റ്റ് എയ്ഡ് എടുക്കാനായിട്ട് കപ്പലിനകത്തോട്ട് പോവുകയാണ്. ആ ഒരു തക്കം നോക്കി ജാക്സിനെയും കൊണ്ട് നൈസായിട്ട് റാങ്കിൻ വന്ന ബൈക്കിൻ്റെ മേളിൽ അങ്ങ് രക്ഷപ്പെടുകയാണല്ലോ. റാങ്കിനെ മണ്ടനാക്കിയിട്ടാണ് ഇവർ പൊക്കോണ്ടിരിക്കുന്നത്. സോ അങ്ങേരാകെ ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഈ സമയത്താണ് ഹേന ലൈറ്റ് ഹൗസിലെത്തുന്നത്. അതിൻ്റെ മേളിലുണ്ട് സാമും വിയും. അങ്ങനെ ഹേന മേളിലെത്തിയിട്ടുണ്ട്. എത്തുകയെന്ന് മാത്രമല്ല, ഹൈഡ് ആൻഡ് സീക്ക് എന്നങ്ങ് പറയുന്നു. ഇതൊക്കെ കേട്ടാ വി പിന്നെ വെറുതെ ഇരിക്കുമോ, അങ്ങ് ഒളിക്കാൻ പോകുന്നു. ഹേനയാണെങ്കിൽ അപ്പം തന്നെ ഗണ്ണെടുക്കുന്നു. ഹേന, നീ എന്നെ ഷൂട്ട് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ഷൂട്ട് ചെയ്യണമെങ്കിൽ നിനക്കത് പണ്ടേ ആവായിരുന്നു. എന്നാൽ ഇങ്ങേര് വിചാരിക്കുന്നത് പോലെയല്ല ഇപ്പോൾ ഹേന. രണ്ടും കൽപ്പിച്ചങ്ങ് ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ട് ചെയ്യാന്ന് മാത്രമല്ല, അവൻ്റെ കയ്യിലേക്ക് കത്തി അങ്ങ് കയറ്റുന്നുണ്ട്. അതോടുകൂടെ അയാളുടെ കൈ അങ്ങ് സ്റ്റക്കാവുന്നു. ഈ ഒരു ഗ്യാപ്പിൽ നൈസായിട്ട് അടിയിലോട്ട് പോവാണ് ഹേന. എന്നാൽ വീനെ കാണുന്നില്ല. അവൾ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അടിയിലോട്ട് പോകാനായിട്ടൊരു ഗേറ്റ് കാണുന്നത്. ഇത് കണ്ടേക്ക് ഹേന നേരെ അങ്ങോട്ട് പോകുന്നു. അവിടെയാണെങ്കിൽ സാം വലിയൊരു ബോംബാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് ലൂ ഉൾപ്പെടെയുള്ള എല്ലാവരെയും കൊണ്ടുവന്നതിന് ശേഷം ഒരുമിച്ച് മരിക്കാനായിരുന്നു അയാളുടെ പ്ലാൻ. ഈ ബോംബിൻ്റെ ഡെട്ടണേറ്റർ അയാളുടെ കയ്യിലുണ്ട്. അങ്ങനെ ഹേന ഒരു വിധത്തിൽ വീനെ കണ്ടെത്തി. ആ സമയത്താണ് അടിയിലോട്ട് ആരോ വരുന്നത്. നോക്കുമ്പോണ്ടല്ലോ ഇനി ഇവരെ രക്ഷിക്കാൻ ഇവളെ കൊണ്ട് മാത്രമേ പറ്റൂ. സാം ആണെങ്കിൽ അടിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ലൂക്കാണേലോ ഈ ബോംബ് ഡിഫ്യൂസ് ചെയ്യാനും പറ്റില്ല. പക്ഷെ അതിൻ്റെ ഫ്രീക്വൻസി മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റുന്നു. ഈ സമയത്താണ് അവിടെ ഒരു ഹാച്ച് കാണുന്നത്. അതും പുറത്തേക്ക് പോകാൻ പറ്റുന്നൊരു ഹാച്ച്. പക്ഷെ സാധനം ലോക്കാണ്. എന്നാൽ വീക്ക് അതിനകത്തൂടെ പോകാൻ പറ്റും. സോ തൽക്കാലം വീനെ സേഫാക്കുന്നു. അങ്ങനെ ഹേന വേഗം തന്നെ സാം അടിയിലോട്ട് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി ആ ഗേറ്റ് അങ്ങ് ലോക്ക് ചെയ്യുന്നു. അപ്പോഴാണ് സാം ഇവരെ അങ്ങ് കാണുന്നത്. പിന്നെ അവൻ വെറുതെ ഇരിക്കുമോ? ലൂ, നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എല്ലാം അവസാനിപ്പിക്കാനുള്ള സമയമായി എന്നും പറഞ്ഞ് ഡെട്ടണേറ്റർ എടുക്കുന്നു. അങ്ങ് പ്രസ് ചെയ്യുന്നു. പക്ഷെ ഫ്രീക്വൻസി മാറ്റിയോണ്ട് സാധനം പൊട്ടുന്നില്ല. ഈ ഒരു ഗ്യാപ്പിൽ ഇവരാണെങ്കിൽ ഹാച്ചിൻ്റെ ലോക്കും പൊളിച്ച് പുറത്ത് കിടക്കുന്നു. അപ്പോഴാണ് CIA ഹെലികോപ്റ്ററും കൊണ്ട് ഈഗിൾ ബേയിൽ എത്തുന്നത്. അവരെങ്ങാനും ലൂനെയും സാമിനെയും കണ്ടു കഴിഞ്ഞാൽ ആ സ്പോട്ടി തീർക്കും. അങ്ങനെ ഇവർ ഓടി ഓടി സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തെത്തുന്നു. പിന്നാലെയാണെങ്കിൽ സാം ഉണ്ട് കേട്ടാ. അങ്ങനെ ലൂ വീനയും കൊണ്ടൊരു വടിയെടുപ്പിക്കുന്നു. എന്നിട്ട് അതിലേക്ക് അവളുടെ ബ്രേസ്ലെറ്റ് അങ്ങ് കണക്ട് ആക്കുന്നു. എന്നിട്ട് ബോംബിൻ്റെ ഫ്രീക്വൻസി മാറ്റിയെന്ന് പറഞ്ഞില്ലേ, അത് ഈ ഹേനയുടെ കയ്യിലുള്ള റേഡിയോയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. സോ അങ്ങ് പൊട്ടിക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, CIA നേരെ ലൈറ്റ് ഹൗസിലോട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ സാം മാത്രമാണ് ബാക്കിയുള്ളത്. ഹേന, നീ പോവാൻ നോക്ക്. കൂടെ ജാക്സനെയും കൂട്ടിക്കോ. നിനക്കായിട്ടൊരു കത്തുണ്ട് എൻ്റെ വീട്ടിൽ. ലൂ, നീയും വാ. ഹേന, നീ ഇപ്പം നിന്റെ കുഞ്ഞിനെ സേഫ് ആക്കാൻ നോക്ക്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കാനുണ്ട്. ലൂ ചാവാണ്ട് നോക്കണം. അങ്ങനെ ലൂ സാമിന് നേർക്കങ്ങ് പോകുന്നു. പിന്നെ അവിടെ മകനും അമ്മയും കൂടെ ഗംഭീര ഫൈറ്റാണ്. സാമാണെങ്കിൽ അമ്മേനെ മുക്കി കൊല്ലാനാണ് നോക്കുന്നത്. അങ്ങനെ അവസാനം ഒരു കമ്പിപ്പാര കൊണ്ട് ലൂവിൻ്റെ വയറ്റിലേക്ക് അങ്ങ് കുത്തി ഇറക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അമ്മയാണ്. അവനാകെ കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. ആ സമയത്താണ് CIA ഹെലികോപ്റ്റർ വരുന്നത്. അങ്ങനെ ലൂ പറയാണ്, ഐ ആം സോറി കിഡ് എന്നും പറഞ്ഞ് അങ്ങ് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഇത് കണ്ടേക്ക് CIA പടാന്നങ്ങ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാം അവസാനിച്ചു. 2 പേരും ഇല്ലാണ്ടായി. ലെറ്റർ അഥവാ സൂയിസൈഡ് നോട്ട് വായിച്ച ഹേനക്ക് ലൂനെ മിസ് ചെയ്യുന്നു. അവൾക്ക് മാത്രമല്ല, റാങ്കിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. പിന്നെ വി ആയാലും ശരി, റാങ്കിനായാലും ശരി, ലൂക്ക് വേണ്ടി ബ്രേസ്ലെറ്റ് ധരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ റാങ്കിൻ്റെ കയ്യിലാണെങ്കിൽ 2 ബ്രേസ്ലെറ്റ് ഉണ്ട്. അങ്ങനെ തനിക്ക് കിട്ടിയ എല്ലാ സ്വത്തുക്കളും വിറ്റതിന് ശേഷം നേരെ സിയാറ്റലിലോട്ട് പോകാൻ നിൽക്കുകയാണ് ഹേനയും വിയും. CIA പിന്നാലെ തന്നെയുണ്ട്. അവർക്ക് ആ ഡോക്യുമെൻറ്റ്സ് എങ്ങനെയും കിട്ടണം.
അങ്ങനെ ഹാനയും വിയും ജാക്സും കൂടെ സിയാറ്റിലോട്ട് യാത്ര തിരിച്ചു. ആ സമയത്ത് ജാക്സ് ആണെങ്കിൽ കപ്പലിന്റെ മുകൾ ഭാഗത്തോട്ടൊന്ന് നോക്കുന്നുണ്ട്. അവിടെയുണ്ട് ഇവർക്ക് കാവലായിട്ട് ബ്രേസ്ലെറ്റും ധരിച്ചുകൊണ്ട് സാക്ഷാൽ ലൂ. ചുരുക്കി പറഞ്ഞാൽ ലൂ മരിച്ചിട്ടില്ല. ലൂ സാമുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല, പുള്ളിക്കാരത്തി ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബുള്ളറ്റ് ഒന്നും കയറിയിട്ടില്ല. പിന്നെ CIA പോയതിന് ശേഷം അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ സാക്ഷാൽ റാങ്കിനും, കാരണം ആ ഭാഗത്ത് അയാൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 2 ബ്രേസ്ലെറ്റ്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.